കണ്ണൻ അതീവ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ. അവിടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ടോ? ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചോ? അനുവിൻ്റെയും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിയെന്ന് തന്നെ കരുതുന്നു. ഇനി തുടർ നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? മോത്തി ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 2 ഭൗതിക ശരീരങ്ങളാണ് ജനറൽ ആശുപത്രിയിലേക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 3ാമത് ബിജു പി ജോർജിൻ്റെ ഭൗതിക ശരീരം കൂടി ഇവിടേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ 3 പേരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു. ഇനി ഇതിൻ്റെ ഭൗതിക ശരീരം കൂടിയാണ് എത്തിക്കാനുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കും. അനുവിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കും. അത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കും. 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഈ ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീടുകളിലേക്ക് മാറ്റും. സംസ്കാരത്തിനെ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാനിപ്പോൾ അതിന് മുമ്പ് നിഖിലിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഞെട്ടലിലുള്ള ഒരു അവസ്ഥയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. കാര്യം കഴിഞ്ഞ 30-ാം തീയതിയാണ് നിഖിലിൻ്റെയും അനുവിൻ്റെയും കല്യാണം കഴിഞ്ഞത്. 8 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം വിവാഹം നടത്തി. വലിയ സന്തോഷത്തിലായിരുന്നു നാടൊന്നാകെ. കാര്യം അവർക്കൊക്കെ തന്നെ ഒരേ ഇടവകയിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്കെല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. ഓരോ കുടുംബ ബന്ധുക്കളെ പോലൊക്കെ തന്നെ അയൽവാസികളൊക്കെ തന്നെ ഒരുമിച്ച് ജീവിച്ചു വരുന്ന ഒരു ഗ്രാമമാണ്. ആരെങ്കിലും കണ്ണനെ നേരിട്ട് കാണാൻ കഴിഞ്ഞോ? ആശുപത്രിയിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ്. ബന്ധുക്കൾ എത്തുന്നതേ ഉള്ളൂ. കാര്യം കോന്നി ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കളൊക്കെ തന്നെ അവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഈ പോസ്റ്റ്മോർട്ടത്തിന് അവിടുത്തെ പൊതുപ്രവർത്തകരും അടക്കമുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ എത്തുന്നത്. ഇത് അല്പസമയത്തുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കൂടെ വന്ന് അറിയാവുന്ന എന്താ സംസ്കാരം എപ്പോഴാണെന്നല്ലോ അറിയോ? അറിയത്തില്ല. അയൽവാസികളും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മോത്തി ഇവിടെ ഉള്ളത്. മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ബിജു പി ജോർജിൻ്റെ മൃതദേഹം കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അനുവിൻ്റെ മൃതദേഹം കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ 4 പേരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. അല്പസമയത്തുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കൂടുതലും പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അയൽവാസികളുമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സംസ്കാരമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. എല്ലാ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഒരാളുടെ ഇപ്പോൾ ഈപ്പൻ മത്തായിയുടെ പോസ്റ്റ്മോർട്ട ചടങ്ങുകൾ നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആദ്യ നടപടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇനിയും 3 പേരാണ് ബാക്കിയുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഭൗതികദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരിക്കുമോ? വീടുകളിലേക്ക് ഇന്ന് കൊണ്ടുപോകുമോ? അതോ സംസ്കാര തീയതി നിശ്ചയിച്ച ശേഷം മാത്രമായിരിക്കുമോ വീടുകളിലേക്ക് കൊണ്ടുപോകുക? നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം ഒരു സംസ്കാരത്തെ സംബന്ധിച്ചൊരു തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. കാര്യം ഒരു വീട്ടിലെ 3 പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അച്ഛനും അമ്മയും അതുപോലെ തന്നെ മരുമകളും. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ അച്ഛനും മകനും മരുമകളുമാണ് മരണത്തിന് കീഴടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അമ്മ മാത്രമാണുള്ളത്. പിന്നെ ഒരു സഹോദരിയാണ്. അവർ വിദേശത്താണ്. അവർ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണുള്ളത്. ആരൊക്കെ ഏത് വീട്ടിലേതെന്ന് പറയാനാവാത്തൊരു സാഹചര്യമാണ് കണ്ണൻ ഇപ്പോൾ ഉള്ളത്. കാരണം വിവാഹത്തോടുകൂടി 2 കുടുംബങ്ങൾ ഒന്നായിരിക്കുകയാണ്. എന്താ ഒരു സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെ കുറിച്ചൊന്നും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. ഇപ്പം എന്താ 4 പേരുടെയും ബോഡി എത്തിച്ചു? 3 പേരെ വന്നിട്ടുണ്ട്. ഒരിടയ്ക്കിടെ വരാനുണ്ട്. ഒരാളുടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വരാനുണ്ട്. ബാക്കി കോന്നി എന്നുള്ളത് 3 വന്നത്. സംസ്കാരത്തിന്റെ ഒന്നും നമുക്ക് തീരുമാനമായില്ല. നിഖിലിന്റെ വീട്ടിൽ 2 പേരാണ്. സഹോദരിയുടെ ഒരു ബ്രദർ വെളിയിൽ നിന്ന് വരാനുണ്ട്. ബാക്കി ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ സഹോദരിമാരുണ്ട് വരാനുണ്ട്. ഒന്നും തീരുമാനമായില്ല. എല്ലാവരും ഇങ്ങനെ ഒരു അപ്സെറ്റായി നിൽക്കുകയാണ്. അതുതന്നെയാണ് കാര്യം. പല ആൾക്കാർക്ക് ഇവിടെ എത്തിയ പൊതുപ്രവർത്തകരും അയൽവാസികളും ഒക്കെ തന്നെയാണ്. അവർക്കൊക്കെ തന്നെ എന്താണ് സംഭവിച്ചത്? അവർ അപ്സെറ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്സെറ്റായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഇനിയിപ്പം മറ്റുള്ള നടപടികൾ എന്താണെന്ന് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കാര്യം ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ഇതേ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനും സാധിച്ചിട്ടില്ല. പല ആൾക്കാർ ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ വിദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സംസ്കാരത്തെയോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഈ മോശടിയിലേക്ക് എത്തിയിട്ടില്ല. മോത്തി കാര്യം കോന്നി ആശുപത്രിയിൽ നിന്ന് അടുത്ത ബന്ധുക്കളെ ഭൗതിക ശരീരം കാണിച്ച ശേഷം തിരിച്ച് അവരുടെ വീടുകളിലേക്ക്
മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ ഒരു ആലോചന നടത്തിയ ശേഷമായിരിക്കും ഒരു സംസ്കാരമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കാം. അപ്പം ഈ സമയത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമല്ല. കാരണം പലരും വിദേശത്താണ്. പ്രത്യേകിച്ച് നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ്. 2 ദിവസമായതേ ഉള്ളൂ സഹോദരി മടങ്ങിപ്പോയിട്ട്. ഇത്തരത്തിലൊരു ദാരുണ വാർത്ത അറിഞ്ഞ് അവർ തിരികെ എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് കണ്ണൻ നായർ ഏറ്റവും ഒടുവിലായി വിശദാംശമായി നൽകുന്നത്.